പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിലും കാവിക്കളസമണിഞ്ഞ സംഘ് പരിവാറിന് ഓശാന പാടുന്ന സംഘ് പരിവാർ പ്രവൃത്തികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന അവരുടെ പണിയാളുകളായ പോലീസുകാരെ പിടിച്ചുകെട്ടാൻ ഇന്ത്യയിലെ മതേതര സമൂഹം ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങുമെന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഡൽഹിയുടെ തെരുവീതികളിൽ അക്രമകാരികൾ പള്ളികൾക്കെതിരെ കല്ല് വാരി വലിച്ചെറിയുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് കല്ല് കൊടുത്ത് അവർക്ക് ശക്തി പകരുന്ന പോലീസുകാരന്റെ ചിത്രം കാണുമ്പോ ഈ രാജ്യം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മുടെ കേരളത്തിലെ പോലീസിനുമുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രഭാഷണങ്ങളിൽ എത്രയെത്ര നമ്മൾ കേട്ടതാണ്. ഞങ്ങൾ വേങ്ങര നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേങ്ങര നിയോജക മണ്ഡലത്തിലെ കൊളപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ ഫേസ്ബുക്ക് കമന്റ് ഇന്നലെ വലിയ വിവാദവും വാർത്തയുമായിട്ടുണ്ട്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി യു കരീം അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ്. രജീഷ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ തിരൂരിൽ സേവനം ചെയ്യുന്ന പോലീസ് ഓഫീസറുടെ മനസ്സ് എത്രമാത്രം വികലമാണ് എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കമന്റിലുള്ള വരികൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവരം ഫേസ്ബുക്കിൽ ചർച്ചയായ സന്ദർഭത്തിൽ ഇത്ര തീക്ഷ്ണമായി തിളച്ചമറിയുന്ന ഈ സാമൂഹിക പരിസരത്തേക്ക് നീതിമാനായ ഒരു പോലീസ് ഓഫീസറിൽ നിന്നുള്ള ഒരിക്കൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ചില വാചകങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനമായി ഡൽഹിയിലെ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഈ തീവ്രമായ താണ്ഡവങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകിയ കപിൽ മിശ്രയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പോരാളികൾക്ക് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ വിട്ടു പോകട്ടെ എന്നിട്ട് ഇവർക്ക് ചായയും പരിപ്പോടയും നൽകാമെന്ന് പറഞ്ഞ് എത്രയോ വർഗീയമായ വരികൾ എഴുതിവിട്ട ഈ പോലീസ് ഓഫീസർക്കെതിരെ നിലക്കാത്ത പോരാട്ടം നടത്താൻ വേങ്ങരയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവത പിന്നാലെ കൂടിയിട്ടുണ്ട് എന്ന് ശക്തമായി പറയാൻ അവരെ ഓർമ്മപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നഗർ പഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകർ ഇന്നലെ കേസ് ഫയൽ ചെയ്യുകയും ആ കേസിന്റെ പശ്ചാത്തലത്തിൽ മൊഴിയെടുക്കുകയും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനായ CA ഉൾപ്പെടെ ഒരിക്കൽ പോലും ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് ഈ തരത്തിലുള്ള ഒരു പരാമർശം ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇത്തരം പോലീസ് ഓഫീസർമാരെ ഒറ്റപ്പെടുത്തി പടിയടച്ച് പിണ്ടം വെക്കാൻ മാത്രം ഈ യുവത ഉജ്ജ്വലമായ പ്രതിബദ്ധതയുള്ള സമൂഹമാണ് എന്ന് ഇത്തരക്കാരായ പോലീസുകാരെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കറിയാം മലപ്പുറത്ത് നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് മലപ്പുറത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികൾ. ആ പോരാട്ടങ്ങളിലെല്ലാം കൈമൈ മറന്ന് ഈ പോരാട്ടങ്ങൾക്ക് പിൻബലമേകിയ പോലീസ് ഓഫീസർമാർക്ക് ഇത്തരം വലിയ നികൃഷ്ടമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന പേരിൽ പോലീസിന്റെ സിവിൽ പോലീസ് ഓഫീസറുടെ വേഷമണിഞ്ഞ് ഈ തീവ്രവാദ പരാമർശം നടത്തുന്ന പോലീസ് ഓഫീസർമാർ അപമാനമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ ഷഹീൻബാഗിലെ ഈ ഒരു വലിയ സമരം കേരളം മുഴുക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യം മുഴുക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഡൽഹിയിലെ ഷഹീൻബാഗ് സമരത്തിന് പിൻബലമായി രാജ്യത്ത് നടക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ സമര പോരാട്ടമായ ഈ കോഴിക്കോട് കടപ്പുറത്തെ ഈ വലിയ സമര പോരാട്ടത്തിന്റെ ഭൂമികയിൽ നിന്ന് ഈ ചെറിയ മനസ്സുള്ള ഈ പോലീസ് ഓഫീസറെ വലുതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കേവലമായി ആ വിഷയം നമ്മുടെ കേരളത്തിലെ പോലീസ് ഓഫീസർമാർക്കും സംഖ്യകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന കാവിക്കളസമണിഞ്ഞ പോലീസുകാർ നമുക്കിടയിലും ജീവിക്കുന്നുണ്ട് എന്നത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്.